എല്ലാവർക്കും നമസ്കാരം. മൊബൈൽ വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആക്ഷൻ സെൻറ്റർ എന്നതിൻ്റെ താഴെ ഇവിടെ വെരിഫൈ മൊബൈൽ എന്നൊരു രജിസ്റ്റർ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. ഈ ഒരു രജിസ്റ്ററിൽ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാകാത്ത മുഴുവൻ ഗുണഭോക്താക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. അതായത് മൊബൈൽ അൺവെരിഫൈഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കളുടെയും പേരും അവരുടെ മൊബൈൽ നമ്പറും കാണാൻ സാധിക്കും. മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയായ ഗുണഭോക്താക്കളെ നമുക്ക് ഈ ഒരു രജിസ്റ്ററിൽ കാണാൻ സാധിക്കില്ല. ഈ ഒരു സൈഡിലുള്ള ഐക്കൺ ഉപയോഗിച്ച് അവർ ഏത് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഏത് രജിസ്റ്ററിലുള്ള ഗുണഭോക്താവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ പേരിൻ്റെ വലതുവശത്തായിട്ട് വെരിഫൈ എന്നൊരു ചിഹ്നം കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് റിക്വസ്റ്റ് OTP എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പറിലേക്കാണ് OTP പോവുക. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് 4 അക്ക നമ്പറാണ് OTP പോവുക. അത് നമ്മൾ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റർ ചെയ്യണം. അപ്പോൾ മുൻകൂട്ടി തന്നെ നമ്മൾ ഗുണഭോക്താവിനോട് പറയണം ഈ ഒരു നമ്പറിലേക്ക് OTP വരും എന്ന കാര്യം. എന്നിട്ട് മാത്രം നമ്മൾ റിക്വസ്റ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് OTP അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ നമ്പർ ഉപയോഗത്തിലുണ്ടോ എന്നും ഗുണഭോക്താവിൻ്റെ ശരിയായിട്ടുള്ള നമ്പർ തന്നെയാണോ എന്ന കാര്യം കൂടെ ഉറപ്പുവരുത്തണം. ഇനി അഥവാ ഈ ഒരു നമ്പർ തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നില്ല എങ്കിലോ മറ്റൊരു മൊബൈൽ നമ്പർ നൽകുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള നമ്പർ നൽകാൻ സാധിക്കും. അങ്ങനെ ഉപയോഗത്തിലുള്ള കൃത്യമായിട്ടുള്ള നമ്പർ തന്നെയാണ് എന്ന കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം റിക്വസ്റ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് 4 അക്ക നമ്പറാണ് OTP പോവുക. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കണം. ആ ഒരു എൻ്റർ OTP എന്ന കോളങ്ങളിൽ ആ ഒരു OTP കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന വെരിഫൈ OTP എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് ഗുണഭോക്താക്കളുടെ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഇനി ഒരു ഗുണഭോക്താവിൻ്റെ മൊബൈൽ വെരിഫൈഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെനിഫിഷ്യറീസിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഏത് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഗുണഭോക്താവാണ് ആ ഒരു കാറ്റഗറി രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരിൽ തൊടുക. പേരിൽ തൊട്ട് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ആ ഗുണഭോക്താവിൻ്റെ പേര് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് മൊബൈൽ നമ്പറും ആധാർ നമ്പറും കാണാൻ സാധിക്കും. ആ ഒരു മൊബൈൽ നമ്പറിൻ്റെ സൈഡിലായിട്ട് ഇതേ രീതിയിൽ പച്ച നിറത്തിലുള്ള 2 ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. 2 ശരി ചിഹ്നം കാണുന്നുണ്ട് എങ്കിൽ ആ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ വെരിഫൈ ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി മൊബൈൽ നമ്പറിൻ്റെ സൈഡിൽ 2 ശരിചിഹ്നത്തിന് പകരം അവിടെ ശരിചിഹ്നമൊന്നും കാണാതെ ഇവിടെ സൈഡിലായിട്ട് വെരിഫൈ എന്നാണ് കാണുന്നത് എങ്കിൽ ആ മൊബൈൽ വെരിഫൈ ആയിട്ടില്ല, അൺവെരിഫൈഡ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് തന്നെ മൊബൈൽ വെരിഫിക്കേഷൻ നമുക്ക് നേരിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും. റിക്വസ്റ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP പോകും. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു OTP എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഗുണഭോക്താക്കളുടെ പ്രൊഫൈലിൽ നിന്ന് നേരിട്ടും മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ വെരിഫൈ മൊബൈൽ എന്ന രജിസ്റ്ററിൽ നിന്ന് നമുക്ക് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള രീതി വെരിഫൈ മൊബൈൽ എന്ന രജിസ്റ്ററിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് മൊബൈൽ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ ഗുണഭോക്താവിൻ്റെ ശരിയായിട്ടുള്ള മൊബൈൽ നമ്പർ ആണെന്നും അതുപോലെ തന്നെ അത് ഉപയോഗത്തിലുണ്ടോ എന്നും ഉറപ്പുവരുത്തണം. ഇനി അഥവാ നമ്മൾ വെരിഫൈ ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പറിൽ തെറ്റുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആ നമ്പർ കൃത്യമല്ല എങ്കിലോ നമുക്കത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടുന്ന് അത് ഡിലീറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ അത് എൻ്റർ ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് OTP കൊടുത്താൽ മതി. ഇത് കൂടാതെ മൊബൈൽ നമ്പർ തിരുത്തുവാനുള്ള മറ്റൊരു മാർഗ്ഗം നമ്മൾ സാധാരണ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ഗുണഭോക്താവിൻ്റെ പേരിൻ്റെ നേരെയുള്ള 3 കുത്തിൽ തൊടുക. ഏറ്റവും മുകളിൽ നമുക്ക് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന ഭാഗം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് നീക്കിയിട്ട് ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിൻ്റെ ഒരു ഭാഗത്ത് നിന്നും കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഏത് മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക എന്ന കാര്യം ഗുണഭോക്താവിനെ മുൻകൂട്ടി തന്നെ അറിയിക്കണം. കൂടാതെ തെറ്റായിട്ടുള്ള OTP നൽകിയാലോ പഴയ OTP നൽകിയാലോ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള OTP 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കൃത്യമായിട്ട് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊബൈൽ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.